മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നിങ്ങളിൽ ധാരാളം പേര് അഗാധ തലത്തിലേക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. എനിക്കത് വ്യക്തിപരമായിട്ടുള്ള അനുഭവമുണ്ട്. 1993-94 കാലയളവിലാണ് ഞാൻ ആദ്യമായിട്ട് കാനഡയിൽ ഒരു വർഷം ചെലവാക്കിയത്. അതായത് 94 മുതൽക്ക് ഇപ്പോൾ 2017 10-20-22 വർഷമായിട്ടുണ്ട്. അക്കാലയളവിൽ അമേരിക്കയിലെ പല സ്ഥലങ്ങളിലും പോയി, കാനഡയിലെ പല സ്ഥലങ്ങളിലും പോയി. അതിനുശേഷം കാനഡയിലേക്ക് 3 പ്രാവശ്യം പോയി, അമേരിക്കയിൽ 8 പ്രാവശ്യം 9 പ്രാവശ്യം പോയിരുന്നു. അമേരിക്കയെക്കുറിച്ച് മനസ്സിലാക്കാനും കാനഡയെക്കുറിച്ച് മനസ്സിലാക്കാനും ധാരാളം അവസരം കിട്ടിയിരുന്നു ഈ ഡയറക്റ്റ് ആയിട്ടുള്ള യാത്രയിൽ. 3-4 പ്രാവശ്യം ഇംഗ്ലണ്ടിലേക്ക് പോവുകയുണ്ടായി. അവിടെ എല്ലാം കാണാൻ സാധിച്ചത്. ഇത് യൂറോപ്പിനെ കുറിച്ച് നേരിട്ട് പോയി കണ്ടിട്ടില്ല. പോയവരെ ധാരാളം പേരെ ബന്ധപ്പെട്ടിട്ട് കാണാൻ സാധിച്ചത്, ആ രാജ്യങ്ങളിലെ ക്രിസ്തുമതം എന്നുള്ളത് വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതില്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്, പുതിയതൊന്നുമല്ല. ഇവിടെയുള്ള പള്ളികളെല്ലാം വിൽക്കുകയാണ്. ലണ്ടനിൽ തന്നെ 1018 പള്ളികൾ വിൽക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പള്ളികൾ കച്ചവട സ്ഥാപനങ്ങളായിട്ട് വിൽക്കരുതെന്ന് ലണ്ടൻ മുനിസിപ്പാലിറ്റി തീരുമാനിച്ചത്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് അത് വീടായിട്ടോ അല്ലെങ്കിൽ പ്രാർത്ഥനാലയമായിട്ടോ അവരുടെ മതത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അക്ഷരാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് പള്ളികൾ യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും ഒരു മനുഷ്യൻ പോലും പോകാനില്ലാതെ വർഷങ്ങളോളം അടച്ചിട്ടിരിക്കുന്ന കാണാൻ സാധിക്കും. എല്ലാ പള്ളികളുടെയും മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫോർ സെയില്. അത് പകുതി വിലയ്ക്ക് കിട്ടുകയും ചെയ്യും. അതാണ് അതിൻ്റെ അത്ഭുതം. അത് വാങ്ങിക്കാൻ ആരുമില്ല. എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനികൾക്കത് പറ്റിയത്? ഒറ്റ കാര്യമാണ്, അവരുടെ പുസ്തകം മാത്രം ശരി, അതിലുള്ളത് മാത്രം ശരി, യേശുക്രിസ്തു ഏകരക്ഷകൻ, യഹോവ നല്ലവൻ, ആ ബൈബിളിലുള്ളതല്ലാതെ വേറെ ഒന്നും പഠിപ്പിക്കില്ല. ഞാൻ ഉദ്ദേശിച്ചത് മതത്തിന്റെ കാര്യം, മറ്റേ ശാസ്ത്ര വിഷയങ്ങളുടെ കാര്യമല്ല. ആ യഹോവ എന്ന ഭീകര ദൈവത്തിന്റെ വിവരണം ബൈബിളിലുള്ളത് ഭയപ്പെടുത്തി ജനങ്ങളെ ക്രിസ്തുമതത്തിൽ നിലനിർത്താം. നിന്റെ പാപം യേശു ക്രിസ്തു സ്വീകരിക്കുമെന്ന് പറഞ്ഞ് അവനവൻ എന്ത് പാപം ചെയ്താലും വേറൊരാളെ ഏറ്റെടുത്തുകൊള്ളുമല്ലോ എന്ന് ധരിച്ച് ക്രിസ്തുമതത്തിൽ നിലനിർത്താം. പിന്നെ വേറെ ഒരു ദൈവത്തിനെയും ആരാധിക്കുന്നത് ഈ ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഈ ദൈവം നിന്നോട് പകരം വീട്ടുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുക. ബൈബിള് മാത്രമാണ് സത്യവും വഴിയും, ഞാൻ മാത്രമാണ് ഏകരക്ഷകനെന്നും, മരണം എന്ന് പറയുന്നത് പാപത്തിന്റെ ഫലമാണ് എന്നും, അന്ത്യവിധി നാളില് യേശുക്രിസ്തു നിനക്ക് വേണ്ടി മധ്യസ്ഥത പറയാൻ വരുമെന്നും ഒക്കെ ധരിപ്പിക്കുക. പാവങ്ങള് അങ്ങനെയൊക്കെയാണല്ലോ വിശ്വസിക്കുക. അത് കുറെ കഴിഞ്ഞപ്പോൾ അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ജനങ്ങൾ വന്നപ്പോൾ ഇതെല്ലാം തട്ടിത്തെറിപ്പിക്കപ്പെട്ടു. അങ്ങനെ ക്രിസ്തുമതം ഒരു വലിയ ഭൂവിഭാഗത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. അതിലെ കുറെ പേര് ഇന്ത്യയിലേക്ക് വന്ന് ഇവിടെ കൺവെർട്ട് ചെയ്യാൻ തുടങ്ങി. ഇവിടുത്തെ ജനങ്ങളും ഭയത്തിൻ്റെയോ ഏകരക്ഷകന്റെയോ അല്ലെങ്കിൽ ചതിയുടെയോ പറ്റിക്കലിന്റെയോ വഴിയിലൂടെ ഇനി കൊണ്ടുപോകാൻ അവരെ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോ അവര് പതുക്കെ ഭാരതത്തിൻ്റെതായിട്ടുള്ള നന്മകൾ എടുക്കാൻ തുടങ്ങി. പിന്നെ അതിന്റെ സ്പീഡ് കണ്ടമാനം കൂടി. ഇപ്പൊ പള്ളികളിലെല്ലാം കൊടിമരം, ആന എഴുന്നള്ളിപ്പ്, വെടിക്കെട്ട്, അന്നദാനം, പ്രതിഷ്ഠാകർമ്മം എന്ന വാക്ക്, ബിഷപ്പ് താമസിക്കുന്ന സ്ഥലത്തിന് സന്നിധാനം എന്ന വാക്ക്, രാമായണ മാസം പോലെ ബൈബിള് മാസം, അതുപോലെ തന്നെ വിജയദശമിക്ക് എഴുത്തിനിരുത്തല്, അത് സ്വീകരിക്കാം. ശിവരാത്രിയെ മിശിഹാരാത്രിയാക്കുക. അതുപോലെ
ഈ സെന്റ് തോമസിന്റെയും ബാക്കിയുള്ളവരുടെയും രൂപമൊക്കെ മഹർഷിമാരുടേതാക്കി മാറ്റുക, പള്ളികൾക്ക് അമ്പലങ്ങളുടെ ഷെയ്പ്പ് കൊടുക്കുക, ആ ഒരു കാരണവശാലും ധ്യാനം എന്നുള്ളത് ബൈബിളിന് എതിരാണെന്നുള്ളത് പോലും മറന്ന് ധ്യാന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. അടുത്ത കാലത്ത് പള്ളി വിഭാഗത്തിന് ഒരു മോഡറേറ്റർ സ്ഥാനത്തിലേക്ക് ഒരാളെ അവരോധിക്കപ്പെട്ടപ്പോൾ 4 മണി തൊട്ട് 6:30 മണി വരെ ഭജന മാത്രമാണ് എന്നാണ് മാതൃഭൂമിയിൽ വായിച്ചത്. ഭജനയായിരുന്നു, അതായത് പള്ളിക്കകത്ത് ഭജന. പണ്ട് നീട്ടി വലിച്ച് ക്രിസ്ത്യൻ രീതിയിൽ പാടിയിരുന്നൊക്കെ ഭജനയായി. ഹരിവരാസനം പോലെയുള്ള സംസ്കൃതത്തിലെ പ്രാർത്ഥനകളും കീർത്തനങ്ങളും സന്തോഷത്തോടുകൂടി പണ്ട് ദയാപരനായ കർത്താവെ ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ എന്ന് ദുഃഖത്തിന്റെ മാത്രം പാട്ടുപാടിയവരൊക്കെ കർണാടക സംഗീതത്തിലേക്കും ഹിന്ദുസ്ഥാനി സംഗീതത്തിലേക്കും ബൈബിൾ കഥകളിയും ബൈബിൾ ഓട്ടംതുള്ളലും ബൈബിൾ ചാക്യാർകൂത്തും ബൈബിൾ ആയിട്ടുള്ള ഹൈന്ദവ രീതിയിലുള്ള അവതരണങ്ങളും ഉപനിഷത്തുക്കളെ മുഴുവനും ദുർവ്യാഖ്യാനം ചെയ്ത് അത് ബൈബിൾ സന്ദേശമാണെന്നും, ഈ അടുത്ത കാലത്ത് ഇന്നലെ എനിക്കൊരു കത്ത് കിട്ടിയതനുസരിച്ച് പുരാണത്തിലെയും വേദത്തിലെയും വരികൾ മുഴുവനും ചേർത്ത് ബൈബിൾ തന്നെ പുനഃസൃഷ്ടി നടത്തുകയും എല്ലാം ചെയ്യുന്നൊരവസ്ഥ. പള്ളികളിലും പള്ളി സ്കൂളുകളിലുമെല്ലാം സംസ്കൃതത്തിന്റെ വരികൾ എഴുതി വയ്ക്കുക. ഇതിന് നല്ലതോ ചീത്തയോ എന്നുള്ളതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. നിന്ന് രക്ഷപ്പെട്ട് മുമ്പോട്ട് പോകാൻ ക്രിസ്തു മതത്തിന് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും കാനഡയിലും യൂറോപ്പിലും സംഭവിച്ചത് ഇവിടെ സംഭവിക്കരുത്, സംഭവിക്കാൻ എല്ലാ സാധ്യതയും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് സമഗ്രമായി ഹൈന്ദവമായിട്ടുള്ളത് മുഴുവനും പള്ളിയിലേക്ക് എടുക്കാം. എന്നാൽ ചില പള്ളി ബൈബിൾ വാക്കുകൾ നിലനിർത്തുകയും ചെയ്യുക. അങ്ങനെ ഒരവസ്ഥ. കാവി സ്വീകരിച്ചു അച്ഛന്മാര്, രുദ്രാക്ഷമാല സ്വീകരിച്ചു അച്ഛന്മാര്, പുരോഹിതൻ എന്ന വാക്ക് തന്നെ പള്ളിയിലില്ല, അച്ഛൻ എന്നുള്ള പേരേ ഉള്ളൂ. ബിഷപ്പ്, കർദിനാൾ, അച്ഛനൊന്നും ഇല്ല. ഫാദർ എന്ന് പറഞ്ഞാൽ തന്നെ അമ്മയുടെ ഭർത്താവ് എന്ന അർത്ഥം. അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഇപ്പോ ആശ്രമം എന്നുള്ള വാക്കായി, ദൈവാലയം എന്ന വാക്കായി, ബൈബിളിനെ വേദപുസ്തകം എന്നൊക്കെയാ പറയണേ. എന്ത് ഇതൊക്കെ വേണ്ടി വന്നു? ഇവിടത്തേത് സ്വീകരിക്കാതെ ഇവിടെ നിലനിൽക്കാൻ സാധിക്കില്ല എന്നൊരു തോന്നല് ഓടുന്ന പട്ടിക്ക് 5 മുഴം മുമ്പേ എറിയുക. കാരണം ഭാവിയില് ഭാരതീയര് 950 വർഷത്തെ ക്രിസ്ത്യൻ മുസ്ലിം ആധിപത്യത്തിലും തകരാത്ത ഒരു ഭാരതീയ സംസ്കൃതിയെ ആഫ്രിക്കയില് തകർത്ത മാതിരി തകർക്കാൻ സാധിക്കില്ലെന്ന വ്യക്തമായ ബോധം വന്നപ്പോ പുറത്തു നിന്ന് നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ അകത്ത് നിന്ന് എടുത്തും കൊടുത്തും നശിപ്പിക്കാനോ സ്വയം നിലനിൽക്കാനോ ശ്രമിക്കുക. ഇതാണ് ക്രിസ്ത്യാനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. കുറേയൊക്കെ മുസ്ലിങ്ങളും അത് തുടങ്ങിയിട്ടുണ്ട്, ചില സംസ്കൃത വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ. അതിൽ കൂടുതലൊന്നും അവർ ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ചില മുസ്ലിം പണ്ഡിതര് ഭാരതത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു കാഴ്ച. മാതൃഭൂമിയിൽ കഴിഞ്ഞ 7-8 ദിവസമായിട്ട് കണ്ണൂര് നടന്ന ഉജ്ജ്വലമായിട്ടുള്ള സ്കൂൾ കലാമേളയില് ശ്രീകൃഷ്ണനായിട്ട് നൃത്തം ചെയ്ത അരങ്ങ് തകർത്ത ഒരു മുസ്ലിം പെൺകുട്ടിയുടെ വലിയ ചിത്രം മാതൃഭൂമി കൊടുത്തിരുന്നു. സംസ്കൃത പ്രസംഗത്തിൽ 1ാം സ്ഥാനം നേടിയ മുസ്ലിം പെൺകുട്ടി, ആ മുസ്ലിം പെൺകുട്ടിയെ സംസ്കൃതത്തിലേക്ക് കൊണ്ടുവന്ന വേറൊരു മുസ്ലിം പെൺകുട്ടി, ഇവരെ രണ്ടുപേരെയും സംസ്കൃതം പഠിപ്പിച്ച ഒരു മുസ്ലിം അധ്യാപകൻ. ഇത് ഞാൻ പോസിറ്റീവായിട്ടാ പറയുന്നത് കേട്ടോ. ഒരു തരത്തിലും മതം പോലും നമ്മുടെ ഹിന്ദു ധർമ്മത്തെയോ ഹിന്ദു ആചാരത്തെയോ കലകളെയോ സ്വീകരിക്കാൻ അനുവദിക്കാത്ത ഒരു മതമായിട്ടുള്ള, അങ്ങനെ ചെയ്തവരെ ഭീഷണിപ്പെടുത്താൻ മടിക്കാത്ത ഒരു ഇസ്ലാം മതം, അതിനകത്തുള്ളവര് ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. അത് പിന്നെ മതത്തിന്റെ ഭീഷണിയെ പോലും അതിലംഘിച്ചുകൊണ്ട് വന്ന് ഇപ്പൊ മതത്തിലെ ആൾക്കാര് അത് സ്വീകരിക്കുന്ന ഒരു കാഴ്ച. ക്രിസ്ത്യാനികളുടെ കാര്യം അങ്ങനെയല്ല. ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചുമായിരുന്നു മതപരിവർത്തനം ഡെയിലി നടത്തിയിരുന്നത്. അതിൽ നിന്ന് ഈ ഹിന്ദു ധർമ്മത്തെ അവഹേളിച്ച് അതിനകത്തുള്ളത് എല്ലാം അന്ധവിശ്വാസവും ദുരാചാരവുമാണെന്ന് പറഞ്ഞതിൽ നിന്ന്
അത് തന്നെ അങ്ങോട്ടെടുത്ത് അവരുടെ പള്ളി മതത്തെ നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നൊരവസ്ഥ. ഇത്രയും ഞാൻ പറഞ്ഞത് ഈ നാടിൻ്റെ നന്മകൾ ഒന്നുമെടുക്കാതെ കുറേ ബുദ്ധിജീവിയും യുക്തിവാദിയും എന്ന് പറഞ്ഞ് നടക്കുന്നവരും സമൂലം ഈ സമൂഹത്തില് ഇല്ലാതെയാകുന്ന ലെവലിലേക്ക് എത്താൻ കാരണം, ഉന്മൂലനാശം സംഭവിക്കാൻ അവർക്ക് കാരണം ഈ നാടിൻ്റെ നന്മകൾ എടുക്കാൻ അവർ പഠിച്ചിട്ടില്ല. ഇതിനകത്തുള്ള നന്മകൾ എടുത്ത് ഇതിനകത്തുള്ള തിന്മകളെ എതിർക്കാനായിരുന്നു ശ്രമിച്ചിരുന്നതെങ്കിൽ കുറച്ച് വ്യക്തികളും അവരുടെ സംഘടനയ്ക്ക് കുറച്ചുകൂടി ആയുസ്സും കുറച്ചുകൂടി ആരോഗ്യവും ഉണ്ടാകുമായിരുന്നു എന്ന് തോന്നിയത് ഇങ്ങനെ പറഞ്ഞു വന്നതാണ്. അല്ലാത്തത് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിലും കാനഡയിലുമൊക്കെ ശരിക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളുടെ ലിസ്റ്റിൽപ്പെട്ടിരിക്കുന്ന ക്രിസ്ത്യാനികളെ പോലെ ഇവിടെയും കുറേ പേര് പെടുന്നു. ഏതായാലും ഓർമ്മിക്കുക, ഭാരതത്തിലെ മുഖ്യ പ്രതിപക്ഷമായിരുന്ന വലിയൊരു പാർട്ടി അത് ഏതാണ്ട് ഒറ്റയ്ക്കിപ്പോ എവിടെ നിന്നാലും കെട്ടിവെച്ച പണം പോലും തിരിച്ചു കിട്ടുന്ന ലെവലിലേക്ക്, കെട്ടിവെച്ച പണം പോലും കിട്ടാത്ത ലെവലിലേക്ക് വളർന്നിരിക്കുന്നു. തളർന്നിരിക്കുന്നു എന്ന് ഞാൻ പറയണില്ല. ഭാരതത്തിൽ മുഴുവനും വ്യാപിച്ചിരുന്നവർക്ക് അടിസ്ഥാനപരമായിട്ട് തന്നെ ബംഗാളിൽ നഷ്ടപ്പെട്ടു, മറ്റു രാജ്യങ്ങളിൽ നഷ്ടപ്പെട്ടു. കേരളത്തിൽ 8-10 പാർട്ടികളുടെ കൂട്ടത്തിൽ ചേർന്ന് നിലനിൽക്കേണ്ടി വന്നു. ത്രിപുരയിലൊരു പാർട്ടിയുണ്ട്, അത് ഇവിടുത്തെ പാർട്ടി പോലെയൊന്നും അല്ല, അത് തികച്ചും വ്യത്യസ്ത രീതിയിൽ തന്നെ പോകുന്നതാണ്. അങ്ങനെ വെറുതെ ഒന്ന് ചിന്തിക്കാം. ഈ നാടിൻ്റെ നന്മകൾ എടുക്കാതെ പുറമേ നിന്ന് വന്നതും ഞാൻ വിചാരിക്കുന്നതും ഞാൻ ധരിക്കുന്നത് മാത്രമാണ് ശരി, അത് നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞവരിൽ മാറ്റം വന്നിട്ടുണ്ടോ, വരാതിരുന്നാൽ എന്താകുമായിരുന്നു എന്ന് കൂടി ചിന്തിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.